അടുത്ത തൃശ്ശൂരാണ്. ത്രികോണ പോരാട്ടം നടക്കുന്ന, ഏറ്റവും കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തൃശ്ശൂർ. ത്രില്ലടിപ്പിക്കുന്ന സസ്പെൻസുകൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ തൃശ്ശൂർ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കണ്ടതാണ്. അതെ, തൃശ്ശൂർ പ്രവചിക്കാനായിട്ട് എല്ലാവർക്കും വലിയ പേടിയായിരുന്നു. 3ാം സ്ഥാനം എന്നൊക്കെ പ്രവചിച്ചവർ ചമ്മിപ്പോയി അവസാനം. എന്തായാലും തൃശ്ശൂരിന്റെ രാഷ്ട്രീയ മനസ്സിലേക്ക് ഇപ്പോഴും തീരുമാനമെടുക്കുന്നതിൽ അവർക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ലീഡറുടെ മകളുടെ ചുവടുമാറ്റമാണ്. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് UDF വേണ്ടിയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു. ഇത്തവണ താമര ചിഹ്നത്തിൽ NDAക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ MP ആയി, കേന്ദ്രമന്ത്രിയായി പത്മജ വേണുഗോപാലിന് വേണ്ടി ആ മണ്ഡലത്തിൽ ചുറ്റുമുണ്ട്. കഴിഞ്ഞ തവണ നേർക്കുനേർ ഏറ്റുമുട്ടിയ 2 സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് വോട്ട് ചോദിക്കാനായി വരുന്നു എന്നുള്ളൊരു കാഴ്ച ഉണ്ട്. അതേസമയം തന്നെ തദ്ദേശത്തിൽ കോർപ്പറേഷനിൽ കിട്ടിയിട്ടുള്ള ഭരണപരിചയം അതെല്ലാം വെച്ചുകൊണ്ടാണ് അവിടെ രാജൻ ജെ പല്ലൻ വന്ന് നിൽക്കുന്നത്. ഈ രാജൻ ജെ പല്ലൻ പത്മജ വേണുഗോപാലിനെ തോൽപ്പിക്കാനായി നടന്ന വിഭാഗത്തിന്റെ ആളാണെന്നാണ് പത്മജയ്ക്കൊപ്പം ഉള്ളവർ പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണ്. അത് കഴിഞ്ഞ തവണ പത്മജ മത്സരിച്ച സമയത്ത് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ആ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല എന്ന് പ്രിയങ്ക ഗാന്ധിയോട് പരിഭവം പറഞ്ഞ പത്മജ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ആ വാഹനത്തിൽ കയറി ജനങ്ങളെ അഭിവാദ്യം ചെയ്തതിൽ സന്തോഷം പ്രകടിപ്പിച്ചത് നമ്മൾ ഈ ദിവസം കണ്ടു. വീട്ടാനുള്ളതാണ്. പക്ഷേ വോട്ടർമാരുടെ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൃശ്ശൂർ ആർക്കൊപ്പം എന്നുള്ളത് സർക്കാർ രൂപീകരണത്തിലും നിർണായകമാണ്. തൃശ്ശൂരിൽ ത്രികോണ പോരാട്ടമാണ്, ശക്തമായ പോരാട്ടമാണ്. LDFും UDFും NDAയും ഇത്രയും കട്ടയ്ക്ക് കെട്ട നിൽക്കുന്ന മണ്ഡലത്തിൽ ആര് വേണം എന്നുള്ള തീരുമാനം എടുക്കാൻ കഴിയാതെ തൃശ്ശൂരിലെ ഗഡികൾ കുഴങ്ങുകയാണ്. 48.3% ആളുകൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 51.7% ആളുകളാണ് തീരുമാനിച്ചത്. ആ തീരുമാനം പോരാ. അവിടെ തീരുമാനിക്കാൻ കഴിയാത്തത് അത്രത്തോളം സങ്കീർണമാണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ്. കേരളം ആര് ഭരിക്കുമെന്നതും അവർക്കൊരു നിശ്ചയമില്ല. 38.3% ആളുകൾക്ക് ഇപ്പോഴും കേരളം ആര് ഭരിക്കുമെന്നതിൽ അഭിപ്രായമുണ്ടെങ്കിലും ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ കേരളം ആര് ഭരിക്കുമെന്നുള്ളതിൽ ഈ ഒരു തീരുമാനമില്ലാത്തവരുടെ എണ്ണം കൂടി നിൽക്കുന്നത് 30% മുകളിൽ നിൽക്കുന്നത് അത് നൽകുന്ന ഒരു സൂചന. ഈ ലീഡ് എന്ന് പറയുന്നത് 100+ എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്. 100+ലേക്ക് LDFനോ UDFനോ പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ ചാഞ്ചാട്ട മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ ഡാറ്റാ സയൻസ് അനുസരിച്ച് അതാണ്. ഇനിയിപ്പോൾ മനുഷ്യരുടെ മനസ്സാണ്, അതനുസരിച്ച് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. പിന്നെ നമ്മൾ കാണാത്ത എന്തെങ്കിലും വലിയൊരു തരംഗം കാസർഗോഡ് മുതൽ പാറശാല വരെ താഴെ ഇങ്ങനെ അടിക്കുന്നുണ്ടാവണം. അതായത് ഒരു 5-6 ലെയർ താഴെ ആയിരിക്കണം നമ്മൾ ഒന്നും പുറത്തേക്ക് വരുന്നത്. അതെ അത് ഇതുവരെ എത്ര കുഴിച്ചു നോക്കിയിട്ടും കണ്ടിട്ടില്ല. നമുക്കൊന്ന് കുഴിച്ചു നോക്കണം. ആ കുഴിച്ചു നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു